ഒരു പൂച്ച ബിൽഡിംഗിൽ ജോലി ചെയ്യുമ്പോൾ അതിന്റെ തലയിൽ വലിയൊരു കല്ല് വീണു. അപ്പോൾ ഉടൻ തന്നെ അവളുടെ സുഹൃത്തായ നായ ഓടി വന്നു സഹായിച്ചു. നായ തന്നെയാണ് ആംബുലൻസ് വിളിച്ചത്. ആംബുലൻസ് വന്നു പൂച്ചയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ പൂച്ചയുടെ ഭാര്യയും കുഞ്ഞും എത്തിയിരുന്നു. ഡോക്ടറായ കുരങ്ങ് പറഞ്ഞു, ഓപ്പറേഷന് വളരെ പണം വേണം. ഇത് കേട്ട് പൂച്ച കരയാൻ തുടങ്ങി. ഭാര്യ പല ജോലികളും ചെയ്തു പണം സമ്പാദിക്കാൻ തുടങ്ങി. ക്യൂട്ട് കുഞ്ഞും ചെരുപ്പ് വൃത്തിയാക്കി സഹായിച്ചു. വളരെ പരിശ്രമിച്ച ശേഷം അവൾക്ക് കുറച്ച് പണം കിട്ടി. അവൾ അതിവേഗം ആശുപത്രിയിലെത്തി. പക്ഷേ ഡോക്ടർ കുരങ്ങ് പറഞ്ഞു, ഇത് മതിയാകില്ല, ഇനിയും പണം വേണം. അപ്പോൾ തന്നെ സുഹൃത്ത് നായ വീണ്ടും വന്നു. അവൻ വലിയൊരു തുക പണം നൽകി. പൂച്ചയുടെ ഭാര്യ നായയെ നന്ദി പറഞ്ഞു. അങ്ങനെ പൂച്ചയുടെ ചികിത്സ നടന്നു. ഒടുവിൽ പൂച്ച സുഖമായി. ഹാവോ, ഇനി ജിമ്മിൽ പോവുന്നത് കിടിലം തന്നെയാ. ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് ഞാൻ ബോറടിച്ചു പോയി. ഇനി ഫൈറ്റിംഗ് മത്സരത്തിനായി റെഡി ആകണം. എങ്കിലും ആരുമായിരിക്കും എനിക്ക് പൊരുതേണ്ടി വരുമെന്ന് അറിയില്ലായേ എന്ന് പൂച്ച വിചാരിച്ചു. പെട്ടെന്ന് തന്നെ, അയ്യോ ഇമ്മേ, ഈ ഡംബെൽ എത്ര ഭാരമാണി. പൂച്ച അരീനയിൽ കയറി നോക്കിയപ്പോൾ പോത്തിനോട് ആണല്ലോ. അടോ, ഇത് പോരാടേണ്ടത് ഒരു പോത്തിനോട് ആണല്ലോ. പൂച്ചയ്ക്ക് ഞെട്ടിപ്പോയി. പക്ഷേ ഇത് ഇജ്ജത്തിന്റെ കാര്യമാണ്, എന്തായാലും പോരാടണം എന്ന് പറഞ്ഞു. പോരാട്ടം, ഫൈറ്റ് തുടങ്ങി. പൂച്ച മിടുക്കിയായി ചാടി വേഗത്തിൽ അടിച്ചു. ഒടുവിൽ പൂച്ച ജയിച്ചു. ഡക്ക് റഫറി വന്ന് പൂച്ചയുടെ കൈ ഉയർത്തി പറഞ്ഞു, വിജയി പൂച്ച. പക്ഷേ അയ്യോ, പോത്ത് വീണ്ടും എഴുന്നേറ്റു. വീണ്ടും പോരാട്ടം. പൂച്ച ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഫോൺ എടുത്ത് തന്റെ സുഹൃത്ത് കടുവയോട് പറഞ്ഞു, അയ്യോ കടുവ, ആ പോത്ത് എന്നെ അടിച്ചു കളഞ്ഞു. കടുവ കേട്ടപ്പോൾ കോപം വന്നു. ഞാൻ ഇപ്പോൾ തന്നെ അവനെ കാണിച്ചു തരാം. അങ്ങനെ കടുവയും പോത്തിനും ഇടയിൽ വലിയ പോരാട്ടം നടന്നു. ഒടുവിൽ പോത്ത് തന്നെ ആശുപത്രിയിൽ എത്തി. അവൻ തന്റെ സുഹൃത്തുക്കൾക്ക് ഫോൺ ചെയ്തു, എന്നെ കടുവ അടിച്ചു. പോത്തിന്റെ കൂട്ടുകാർ പറഞ്ഞു, അവനെ ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ പോത്തിന്റെ കൂട്ടുകാർ കൂടി കടുവയെ മർദ്ദിച്ചു. കടുവയും ആശുപത്രിയിൽ. അവിടെ കടുവ തന്റെ നല്ല സുഹൃത്ത് പാണ്ഡാവിനോട് പറഞ്ഞു, സഖാവേ, കാര്യം ഇതാണ്. പാണ്ഡ കേട്ട് കോപിച്ച് നേരെ പോത്തിനോട് പോയി. വലിയ പോരാട്ടം നടന്നു. ഒടുവിൽ പാണ്ഡ വിജയിച്ചു. പാണ്ഡ ജയിച്ച ശേഷം എല്ലാവരും ചേർന്ന് പാർട്ടി നടത്തി. അവർ ഒരു വലിയ വാഴക്കുളമ്പ്, കരിയം, ചക്കപ്പഴം, കേക്ക് ഒക്കെ കൊണ്ടുവന്നു. അതിനൊപ്പം പോത്തിന്റെ തല തന്നെ കാർട്ടൂൺ പോലെ ട്രോഫി ആയി കൊണ്ടുവന്നു. എല്ലാവരും പറഞ്ഞു, വാ, ഇനി ഒന്ന് കിടിലൻ കേൾക്കുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾ വേണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.